അത് പരിശോധിക്കണം. അത് പരിശോധിക്കുമ്പോഴാണ് അത് എന്താണ് അതിന്റെ സാഹചര്യം എന്നുള്ളത് മനസ്സിലാക്കുന്നത്. ആരായിരുന്നാലും ആർക്കെതിരായ നടപടിയാണെങ്കിലും ഇതിന്റെ ഒരു പൊതു കാഴ്ചപ്പാട് ആ സ്വഭാവത്തിലാണ് സമീപിക്കേണ്ടത്. അതാണ് നമ്മളെ ഭാഗത്തുനിന്ന് വ്യക്തമാക്കിയിട്ടുള്ള കാര്യം. വരട്ടെ, വിഷയം വരട്ടെ. വരുന്നതിന്റെ അതൊക്കെ ഉദ്യോഗസ്ഥന്മാരുടെ തെരുവ് നടപടി എന്ന് പറയുന്നത് ഒരു ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, അതിന്റെ തെളിവിന്റെ അടിസ്ഥാനത്തിലും കൂടിയാണ് ആ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. തീർച്ചയായിട്ടും ആ കാര്യങ്ങൾ ഗവൺമെന്റ് പരിശോധിക്കും. ഒരു തെറ്റ് ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനെയും സംരക്ഷിക്കുക എന്നുള്ള നിലപാട് ഗവൺമെന്റ് ഈ കഴിഞ്ഞ കാലത്ത് ചെയ്തിട്ടില്ല. തൃശ്ശൂർ കഴിഞ്ഞ പൂരത്തിന്റെ പ്രശ്നം ആ സന്ദർഭത്തിൽ തന്നെ എല്ലാ നിലപാടും വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ കർശനമായ നിലപാട് സ്വീകരിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചു വന്നിട്ടുള്ളത്. ഇനി ഏതെങ്കിലും തരത്തിൽ ADGPക്കെതിരായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റോ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള റിപ്പോർട്ടോ ഈ കാര്യത്തിൽ എന്താണ് നിലപാട് എന്നുള്ളത് ഈ റിപ്പോർട്ടെല്ലാം വന്നതിന് ശേഷം മാത്രമേ അതിനോടുള്ള നിലപാട് വ്യക്തമാക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് അത് വരട്ടെ, നമുക്ക് എല്ലാവർക്കും കാത്തിരുന്ന് കാണാം. അത് വന്നതിന് ശേഷം, റിപ്പോർട്ട് വന്നതിന് ശേഷം ഒരു റിപ്പോർട്ടും അവഗണിക്കുന്ന നിലപാട് ഗവൺമെൻറ് സ്വീകരിച്ചിട്ടില്ല. റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ശരിയായ നിലപാട് സ്വീകരിക്കുക എന്നുള്ളതാണുള്ളത്. ആ കാര്യത്തിൽ ഈ പ്രശ്നത്തിലും അത്തരമൊരു നിലപാട് തന്നെയാണ് ഗവൺമെൻറ്റിനുണ്ടാകുന്നത്. അത് പരിശോധിക്കല്ലോ. മന്ത്രിയുടെ മൊഴി പ്രധാനപ്പെട്ട തന്നെയാണ്. അപ്പോൾ അതെല്ലാം റിപ്പോർട്ടിൻ്റെ ഭാഗമായി പരിഗണിക്കപ്പെടുമല്ലോ. അത് റിപ്പോർട്ട് വരട്ടെ, വന്നിട്ട് എന്താണ് സ്ഥിതിഗതികൾ എന്നുള്ളത് നോക്കിയിട്ട് ചെയ്യാം. ഇതുവരെ വന്ന നില നോക്കുന്ന സമയത്ത് അതെല്ലാം വെച്ചുകൊണ്ടുള്ള സമീപനമാണ് എടുത്തത്. അപ്പോൾ അതിൽ എന്തെങ്കിലും വ്യത്യസ്തമായ നില വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതിനനുസരിച്ചുള്ള സമീപനം ഗവൺമെൻറ് സ്വീകരിക്കും. ഈ സർക്കാരിന് ഒരു വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയതായിരുന്നു കഴിഞ്ഞ ദിവസം വേടന്റെ അറസ്റ്റ്. കാരണം തെറ്റിദ്ധരിക്കപ്പെട്ടിരുന്നു. അപ്പം തന്നെ ആ ഉദ്യോഗസ്ഥർക്കെതിരെ കർശനമായൊരു നടപടി വേണ്ടേ? അല്ല, വേടന്റെ പ്രശ്നം രണ്ട് രീതിയിൽ കാണണം. ഒന്ന്, ലഹരിക്കെതിരായ നിലപാട് ആര് ലഹരി ഉപയോഗിച്ച് കഴിഞ്ഞാലും ഒരു പൊതു സമീപനമാണ് ആ കാര്യത്തിലുള്ളത്. അത് പ്രത്യേകിച്ച് പരാതികളൊക്കെ വരുന്ന സമയത്ത് അതിനനുസരിച്ചുള്ള നിലപാട് സ്വീകരിക്കാൻ കഴിയും. അതാണ് ഒരു ഭാഗം. അത് ഗവൺമെൻറ് പരിശോധിക്കുകയും ആവശ്യമായ നിലപാടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ കഴുത്തിൽ ഒരു പുലിനഖത്തിൻ്റെ മാലയിട്ടു, വീടിൽ എന്തെങ്കിലും മൃഗങ്ങളുടെ കൊമ്പോ അതുപോലുള്ള രൂപങ്ങൾ പഴയ കാലത്ത് തുടർന്നു വരുന്ന രീതിയുണ്ട്. ഇപ്പം പുതിയ സംഭവങ്ങളൊന്നുമല്ല ഇത്. പഴയ കാലത്ത് ഇതുപോലുള്ള ചില രീതികൾ ചില ആളുകൾ സ്വീകരിച്ചിട്ടുണ്ട്. പണ്ടൊക്കെ നമ്മൾ ഈ പുലിനഖം കെട്ടി മാല ഇടുക എന്നതൊക്കെയുള്ള ഒരു സാധാരണ രീതിയാണത്. അത് ആ നിലയിലാണ് കാണുന്നത്. അതിങ്ങനെ വളരെ വികാരപരമായി ഇന്നലെയോ മെഞ്ഞാന്നോ മറ്റോ മൃഗത്തെ കൊന്ന് നഖമെടുത്ത് കൊമ്പെടുത്ത് എന്നുള്ള രീതിയിൽ അത്തരം പ്രശ്നങ്ങളെ സമീപിക്കുന്നത് ശരിയല്ല. തീർച്ചയായും വനം വകുപ്പ് തന്നെ അതൊരു പുനഃപരിശോധന നടത്തിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്തരം കാര്യങ്ങൾ ആ നിലയിൽ മാത്രം ഒരു വൈകാരികമായിട്ടോ അല്ലെങ്കിൽ ഉടനെ ഇപ്പോൾ ചെയ്തൊരു തെറ്റ് എന്നുള്ള നിലയ്ക്കോ കാണേണ്ടുന്ന ഒരു പ്രശ്നമല്ല അത്. ആ പ്രശ്നം വളരെ വളരെ സൂക്ഷ്മതയോടുകൂടി അവധാനതയോടുകൂടി കൈകാര്യം ചെയ്യുന്ന പ്രശ്നമാണ്. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ആ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അതാണ് ഗവൺമെൻറ് സമീപനം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ആ നിലപാടിനോടാണ് യോജിക്കുന്നത്. അത് പരിശോധിക്കണം. അത് പരിശോധിക്കുമ്പോഴാണ് അത് എന്താണ് അതിന്റെ സാഹചര്യം എന്നുള്ളത് മനസ്സിലാക്കുന്നത്. ആരായിരുന്നാലും ആർക്കെതിരായ നടപടിയാണെങ്കിലും ഇതിന്റെ ഒരു പൊതു കാഴ്ചപ്പാട് ആ സ്വഭാവത്തിലാണ് സമീപിക്കേണ്ടത്. അതാണ് നമ്മളെ ഭാഗത്തുനിന്ന് വ്യക്തമാക്കിയിട്ടുള്ള കാര്യം. വരട്ടെ, വിഷയം വരട്ടെ. വരുന്നതിന്റെ അതൊക്കെ ഉദ്യോഗസ്ഥന്മാരുടെ തെരുവ് നടപടി എന്ന് പറയുന്നത് ഒരു ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, അതിന്റെ തെളിവിന്റെ അടിസ്ഥാനത്തിലും കൂടിയാണ് ആ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. തീർച്ചയായിട്ടും ആ കാര്യങ്ങൾ ഗവൺമെന്റ് പരിശോധിക്കും. ഒരു തെറ്റ് ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനെയും സംരക്ഷിക്കുക എന്നുള്ള നിലപാട് ഗവൺമെന്റ് ഈ കഴിഞ്ഞ കാലത്ത് ചെയ്തിട്ടില്ല. എത്രയോ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരായിട്ട് നടപടിയെടുത്തിട്ടുണ്ട്. മറ്റ് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥന്മാർ തെറ്റ് ചെയ്തതിന്റെ ഭാഗമായിട്ട് നടപടിയെടുത്തിട്ടുണ്ട്. അതാണ് ഗവൺമെന്റിന്റെ ഒരു പൊതു സമീപനം. തെറ്റ് ചെയ്യുന്ന ആരെയെങ്കിലും ഏതെങ്കിലും തരത്തിൽ സംരക്ഷിക്കുക എന്നുള്ള നിലപാട് ഗവൺമെന്റിനില്ല. ആ സമീപനമാണ് മുമ്പോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് സ്വീകരിക്കുന്നത്.
ഉപതെരഞ്ഞെടുപ്പ് വരട്ടെ. ഉപതെരഞ്ഞെടുപ്പ് ഇപ്പം ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംഘടനാപരമായിട്ട് റെഡിയാണ്. പിന്നെ പ്രാദേശിക തലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ നല്ല മുന്നേറ്റമുണ്ടാക്കാൻ കഴിയുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഈ കഴിഞ്ഞ 9 വർഷക്കാലത്തെ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ, ജനങ്ങളിൽ ഉണ്ടാക്കുന്ന പ്രതികരണങ്ങൾ തീർച്ചയായിട്ടും അനുകൂലമാണ്. അപ്പം ഇപ്പോൾ തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിലും ഇത്തരം ഒരു നിലപാടെടുത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുമ്പോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നല്ല വിജയം കൈവരിക്കാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്.